സിനിമാ കൊട്ടകയുടെ ദളപതിയായി ഒരു സൂപ്പർ സ്റ്റാറിന് ബോക്സ് ഓഫീസിൽ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്ന സമയത്താണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം നടത്തിയത്. തമിഴ് രാഷ്ട്രീയം സിനിമാ താരങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കി അവിടെ പടർന്നു പന്തലിക്കാൻ തക്ക നിലമൊരുക്കി തന്നെയായിരുന്നു വിജയ് വന്നത്. സിനിമാ സ്റ്റൈലിൽ രാഷ്ട്രീയം പറഞ്ഞ് ആരാധകരെ അണികളാക്കി കൂടെ കൂട്ടി 2026 ഇലക്ഷനിൽ തീ പടർത്താൻ തന്നെ ഉറപ്പിച്ചായിരുന്നു വിജയുടെ ഓരോ നീക്കവും. ഇങ്ങനെ കരുതലോടെ മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു കരൂർ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഈ ദുരന്തം വിജയുടെ രാഷ്ട്രീയ തലവർ തന്നെ മാറ്റിമറിച്ചേക്കാം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കുറച്ചധികം വർഷങ്ങളായി തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെ ഉയർന്നു കേട്ടിരുന്ന ചൂടുള്ള അഭ്യൂഹമായിരുന്നു. മകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ലക്ഷ്യമുണ്ടെന്ന് അച്ഛൻ ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞപ്പോഴെല്ലാം വിജയ് അത് നിഷേധിച്ചിരുന്നു. പക്ഷേ സിനിമകളിലും അവയുടെ ഓഡിയോ ലോഞ്ചുകളിലും നിലപാടും രാഷ്ട്രീയവും പറഞ്ഞു തന്നെ വിജയ് മുന്നോട്ട് പോയി. രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുന്നതിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ച് അദ്ദേഹം കരുത്തുകാട്ടി. അത് സാവധാനമുള്ള ഒരു രാഷ്ട്രീയ നിലമൊരുക്കലായിരുന്നു. ഒടുവിൽ സിനിമയോട് പൂർണ്ണമായും വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലെ ഫുൾ ടൈമറായി വിജയ് എത്തി. തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയും അദ്ദേഹം സ്ഥാപിച്ചു. സിനിമാക്കാരെ രാഷ്ട്രീയത്തിൽ വാഴിക്കുന്ന കാലമൊക്കെ പണ്ടാണ്. വിജയ് തമിഴ്നാട്ടിൽ ഒരു കോളിളക്കവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ ആദ്യഘട്ടത്തിൽ ഉയർന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ ഒരു പരിധിവരെ വിജയ്ക്ക് കഴിഞ്ഞിരുന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക ചേരുവകളുടെ രസതന്ത്രം വിജയ് വളരെ പെട്ടെന്ന് സ്വായത്തമാക്കി. ദ്രാവിഡ രാഷ്ട്രീയവും അംബേദ്കർ പൊളിറ്റിക്സും പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. DMKയുടെ കുടുംബാധിപത്യത്തിനും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനുമെതിരെ ആഞ്ഞടിച്ച് വിജയ് മുന്നോട്ട് പോയി. വമ്പൻ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള 2 മാനാടുകൾ സംഘടിപ്പിച്ചു. സിനിമയും രാഷ്ട്രീയവും രണ്ടാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സിനിമയിൽ നിന്നും പഠിച്ച പാഠങ്ങളും പൊടിക്കൈകളും ഉൾച്ചേർത്ത് അയാൾ സ്വന്തം പൊളിറ്റിക്സിനെ ട്രിഗർ ചെയ്തു. TVKയ്ക്കായി തയ്യാറാക്കിയ പാട്ടുകൾ പോലും അതിനുദാഹരണമാണ്. വിജയ് സിനിമകളിൽ നായകനെ വാഴ്ത്തിപ്പാടുന്ന എൻട്രി സോങ്ങുകൾ അനുസ്മരിപ്പിക്കുന്ന മാസ് ഫീൽ അവയ്ക്കെല്ലാം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരിയായി സന്ദർഭത്തിനനുസരിച്ച് കയ്യടി നേടുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ. സിനിമാറ്റിക് പഞ്ചോടെ കയ്യടി നേടുന്ന വിധം വിജയ് അവയെല്ലാം അവതരിപ്പിച്ചു. 2026 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയ് അവഗണിക്കാനാകാത്ത സാന്നിധ്യമാണെന്ന് തമിഴ് രാഷ്ട്രീയത്തിലെ വമ്പന്മാർ രഹസ്യമായും മറ്റു ചിലർ പരസ്യമായും സമ്മതിക്കാൻ തുടങ്ങി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കെങ്കിലും വിജയ് എത്തുമെന്നും വരും വർഷങ്ങളിൽ എപ്പോഴെങ്കിലും MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നും വരുന്ന മുഖ്യമന്ത്രി എന്ന വിശേഷണത്തോടെ അയാൾ തമിഴ് മണ്ണിന്റെ ഭരണചക്രം തിരിക്കുമെന്നും പല നിരീക്ഷകരും പ്രവചിച്ചു. വിജയുടെ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന മറ്റു ചില ഘടകങ്ങളായിരുന്നു അവർ പ്രധാനമായും അതിനെ ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാനത്ത് DMKക്കെതിരായി രൂപപ്പെടുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്ന ശക്തമായ പ്രതിപക്ഷം തമിഴ്നാട്ടിലില്ല. അണ്ണാ DMK ചിന്നിച്ചിതറി ദുർബലമായ അവസ്ഥയിലാണ്. BJPക്ക് ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ തമിഴ്നാട്ടിൽ ശേഷിയായിട്ടില്ല. ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആ കസേരയുടെ സാധ്യതയിലേക്കാണ് ചുറുചുറുക്കോടെ വിജയ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. BJPയോടും സംഘപരിവാറിനോടും തമിഴർക്കുള്ള എതിർപ്പിനെ നെഞ്ചേറ്റുന്നു എന്നതും വിജയ്ക്കുള്ള പ്ലസ് പോയിന്റായി. അടുത്തിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച സിനിമയിലെ തന്റെ പല മുൻഗാമികൾക്കും കൈ പൊള്ളിയതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും വിജയുടെ ഭാവി എന്ന് തന്നെ വിധിയെഴുത്തുകളുണ്ടായി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ അപക്വമായാണ് വിജയ് ഇടപെടുന്നതെന്ന തുടക്കം മുതലുള്ള വിമർശനങ്ങളെ കരൂർ സംഭവം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കരൂരിൽ ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപും ശേഷവും വിജയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണങ്ങൾ അയാളിൽ ഒരു ജനസേവകന്റെ തരിമ്പെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. പറഞ്ഞതിലും 6 മണിക്കൂർ വൈകിയെത്തിയ വിജയ് തന്നെ കാത്തുനിന്ന് വലഞ്ഞവർക്ക് വാഹനത്തിൽ വെള്ളം കുപ്പി എറിഞ്ഞു നൽകുന്നത് വീഡിയോകളിൽ കാണാം. ഒട്ടും ചിന്താശേഷിയില്ലാത്ത, പ്രായോഗികമായ സാഹചര്യങ്ങളെ നിരീക്ഷിക്കാൻ അറിയാത്ത ഒരാളുടെ തീർത്തും അപക്വമായൊരു പ്രവൃത്തിയായി വേണം ഇതിനെ കാണാൻ. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുള്ള സിനിമാറ്റിക് ഷോയെ മണിക്കൂറുകളോളം ദാഹിച്ചു വലഞ്ഞ് കാത്തുനിന്ന ജനക്കൂട്ടത്തിന് കുപ്പിവെള്ളം എറിഞ്ഞു കിട്ടിയപ്പോൾ എന്ത് സംഭവിക്കുമോ അത് തന്നെ അവിടെ സംഭവിച്ചു. സ്റ്റാമ്പീഡിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായി ആംബുലൻസുകൾ എത്തുന്ന സമയത്തും വിജയ് പ്രസംഗം തുടരുന്ന വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും മരണങ്ങൾ സംഭവിച്ചെന്നും മനസ്സിലായതോടെ വിജയ് ഓടി ഒളിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അയാൾ തൊട്ടടുത്ത നിമിഷം തന്നെ ചെന്നൈയിലേക്ക് വിമാനമാർഗം പറന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൗനം പാലിച്ചു. സംഭവ സ്ഥലത്ത് തുടരുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വാദിക്കാമെങ്കിൽ പോലും കരൂർ വിട്ട് വിജയ് വളരെ വേഗം മടങ്ങാൻ പാടില്ലായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് അനുഭവേദ്യമാകുന്ന സഹാനുഭൂതിയോടെയുള്ള ഇടപെടലുകൾ അവിടെ വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമായിരുന്നു. കരൂരിൽ തുടർന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്കൊപ്പം ചേർന്ന് ആ ദുരന്തത്തെ നേരിടാൻ വിജയ് നേതൃത്വം നൽകണമായിരുന്നു. ഇവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്ന് NK സ്റ്റാലിൻ ഭംഗിയായി കാണിച്ചു തന്നത്. തന്റെ മന്ത്രിമാരെയും നേതാക്കളെയും വളരെ വേഗം സ്റ്റാലിൻ കരൂരിലേക്ക് നിയോഗിച്ചു. പിന്നാലെ സ്റ്റാലിൻ തന്നെ അങ്ങോട്ട് ഓടിയെത്തി.
മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിൽ നേരിട്ടെത്തി. കരൂർ MP ആയ ജ്യോതിമണി ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ എയർപോർട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഓടി ഒളിക്കാനായിരുന്നു വിജയന്റെ യാത്ര. ഈ 2 ദൃശ്യങ്ങളും ജനങ്ങൾ ലൈവായി കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ ദുരന്ത സമയത്ത് എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ സംസാരിക്കുന്ന താരതമ്യങ്ങൾ ഇനി ഉണ്ടാകും എന്ന് തീർച്ചയാണ്. ഇനി എത്ര ദുഃഖം രേഖപ്പെടുത്തിയാലും ധനസഹായം പ്രഖ്യാപിച്ചാലും വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് കരൂർ ദുരന്തം അത്ര വേഗം മാഞ്ഞു പോകില്ല. ആ ദുരന്തത്തെ നിർഭാഗ്യമെന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോലും ആ ദുരന്തത്തോട് രാഷ്ട്രീയക്കാരനായ വിജയ് ഇങ്ങനെ പ്രതികരിച്ചു എന്നത് അയാളുടെ പൊതുജീവിതകാലം അത്രയും വിമർശന വിധേയമായിക്കൊണ്ടേയിരിക്കും. അത് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന വിജയുടെ രാഷ്ട്രീയ ഭാവിയെ എത്രമേൽ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.